നമസ്കാരം. വീണ്ടും മണിപ്പീച്ച മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് 150 പോയിന്റ് പ്ലസിലിരിക്കുന്നു. ആ സൈഡ് നോക്കിയാൽ S&P 500 ഒരാഴ്ചയായിട്ട് ആൾ ടൈം ഹൈയിലിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ $3,700 ക്രോസായി പോകുന്നു ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ. സ്മാർട്ട് മാർക്കറ്റിൽ $3,663 ഇതൊക്കെ ഒരു ഔൺസിനാണ്, അതായത് 36 ഗ്രാമിന്. ട്രംപ് ഭാഗവതർ ഇരിക്കുന്നവർക്ക് നമ്മൾ സ്വർണ്ണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. കുമാമിയോടൊപ്പം ഗുസ്തി നന്നാ പോയിക്കൊണ്ടിരിക്കുന്നു. റൗണ്ട് 2 കുക്കുമാബി തന്നെ ജയിച്ചു. റൗണ്ട് 1 ലീസാക്കു, റൗണ്ട് 2 ലീസാക്കു, റൗണ്ട് 3ന് ട്രംപ് ആഹ്വാദം റെഡി ആയിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ജോലിയിൽ നിന്ന് പോയ കാരണം അവരെ ക്ലോസസ്റ്റ് പേഴ്സണൽ അഡ്വൈസറിന് വെനറ്റിൽ പാസ് ചെയ്തു ഈ കോമ്പറ്റീഷനിൽ വോട്ടിടാൻ ഇറക്കിയിരിക്കുന്നു. രണ്ടുപേരും വാലറും ഇന്നൊരാളും കൂടെ ചേർന്ന് ട്രംപ് ഭാഗവാദറിന് വേണ്ടിയിട്ട് വോട്ടിടും. അതേസമയം ഇവർ റേറ്റിനെ കട്ട് ചെയ്യുമെന്നും എല്ലാവരും നോക്കിയിരിക്കുന്നു. സ്വർണം റോക്കറ്റിൽ കയറിയിരിക്കുന്നു. പിന്നെ ട്രംപിൻ്റെ കയ്യിൽ ഫെഡ് മാറ്റിയെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ആവും. അതുപോലെ തന്നെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്താൽ എന്ത് നടക്കും എന്നും അറിയാം. അത് മനസ്സിലാക്കണം. ഒരു തേള് കൊട്ടിവിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാണ് ആ കുരങ്ങ് ചെയ്യുമെന്ന് നിങ്ങൾ നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ല, ശങ്കര പറഞ്ഞിരിക്കുന്നു. വിവേക ചൂടാമണി എന്ന പുസ്തകത്തിൽ ശങ്കര പറഞ്ഞത് എന്ന് പറയുന്നത് സാധാരണ ഇരിക്കുന്ന ആളിൻ്റെ മനസ്സിൽ തന്നെ കുരങ്ങ്, അതും വെറും കുരങ്ങല്ല, കള്ള് കുടിച്ച കുരങ്ങാണ്. കള്ള് കുടിച്ച കുരങ്ങനെ തേള് കൊട്ടിയെങ്കിൽ എന്തൊക്കെ ചെയ്യുമോ സാധാരണ മനുഷ്യൻ്റെ മനസ്സും അതൊക്കെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രംപിന് നിങ്ങൾ എക്സ്ട്രാ ഇട്ടോ, ട്രംപ് എന്തൊക്കെ ചെയ്യും എന്ന് നിങ്ങൾ ഫെഡിനെ വെച്ച് നോക്കിക്കോ. ഫുള്ളായിട്ട് അവർ റിപ്പബ്ലിക്കൻ ഹൗസ് തന്നെ മാറ്റുമെന്നാണ് എല്ലാവരും പേടിക്കുന്നു. അപ്പോൾ ഡോളർ വിലും ഗോൾഡ് കയറും. നമ്മളൊരു 3-4 വർഷം കൊണ്ട് ഗോൾഡിനെ ഒരു ഡിഫൻസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ട്രംപ് ഭാഗവതർ ജയിച്ചു വന്നത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടി. ഇത് ഇന്ന് സ്വർണത്തെക്കുറിച്ചുള്ളതാണ്. അതേസമയം നമ്മൾ ഇന്ന് 90-ൽ തുടങ്ങി 140 വരയ്ക്കും ഗൂഗിളിനെ കൺസിഡർ ചെയ്തുകൊണ്ടേയിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ അവർ തന്നെ ഫൈനൽ വിന്നർ ഓഫ് എ എന്ന് നമുക്കറിയാം. എന്തെന്ന് വെച്ചാൽ അവരുടെ മേലൊരു കേസിട്ട് ഗൂഗിളിനെ രണ്ടാം ഉടയ്ക്കും എന്നൊരു പേടി ഉണ്ടായിരുന്നു. പേടിയൊക്കെ നീങ്ങിയ ശേഷം ഗൂഗിൾ റോക്കറ്റിൽ കയറി $251 ഇരിക്കുന്നു ഗൂഗിൾ. ട്രേഡറിൻ്റെ ആൾക്കാരൊക്കെ ഭയങ്കര ഖുഷിയിലാണ് ഇരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 120-ലാണ് തുടങ്ങിയത്. 120-ൽ തുടങ്ങിയ നമ്മളിപ്പോൾ 251-ലാണ് പോയി നിൽക്കുന്നത്. ഭയങ്കര ഹാപ്പി തന്നെ. ഗൂഗിളും $3 ട്രില്യൺ കമ്പനിയായിട്ട് മാറി. ഇൻവീഡിയ ഒരു 4 ട്രില്യൺ, മൈക്രോസോഫ്റ്റ് 3 ട്രില്യൺ, ആപ്പിൾ 3 ട്രില്യൺ, എല്ലാം ട്രില്യൺ തന്നെ. ട്രില്യൺ എന്ന വാക്ക് ബില്യൺ പോയി ട്രില്യൺ ആയി. ഇനി പെട്ടെന്ന് എല്ലാവരും ട്രില്യണിയറായി മാറും, ബില്യണിയറായി ആകുമ്പോൾ ഡോളറിൻ്റെ വാല്യൂ എത്രയും ഇറങ്ങും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. $3 ട്രില്യൺ കമ്പനി ഇരിക്കുന്നു. ഫെഡ് അപ്പനും $1 ട്രില്യൺ കമ്പനി തന്നെ. ആപ്പിളിൽ ഒരു വലിയ സ്റ്റേക്ക് വച്ചിരിക്കുന്നു. ഇതിൻ്റെ ശേഷം കൂടെ ഇത് തന്നെ നമുക്ക് ഇന്ന് വന്ന ന്യൂസ്. ഫ്രൈഡേ അന്ന് ട്രംപ് സീറോപ്പം നേരെ സംസാരിക്കാൻ പോകുന്നു. അത് കിത്താക്കിലൊരു ഡീൽ വന്നിരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷെ അതിന് ഒരു അറികുറി ചൈന വന്നിട്ട് എൻവിഡിയയുടെ മേളിൽ ബാൻ ഇടാൻ പോകുന്നതായിട്ട് പറയുന്നു. ഒക്കെ ചേർന്ന് ഗ്ലോബലിലെ ഒരു ബോയിലിരിക്കുന്നു. ഈ ബോയിലിൽ വെള്ളം കൊതിക്കുന്ന കാരണം സ്വർണവും കൊതിക്കും. കാരണം എല്ലാവരും ഗോൾഡ് വേസ്റ്റ് വീഴ്ന്നു പോവും എന്ന് പറയുന്നു. ഒക്കെ സ്വർണത്തിന് വിറ്റുവെങ്കിൽ വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ചീപ്പായിട്ട് വിറ്റുവെങ്കിൽ ജനങ്ങൾ ചീപ്പായിട്ട് വാങ്ങും. ഒക്കെ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ഗോൾഡിനെ വിറ്റ് കൊടുത്തോ. 1000 കിലോ ഇന്ന് മാർക്കറ്റിൽ ഇറക്കുക എന്നാണ് ഞാൻ പറയുന്നു. അപ്പോൾ 1 ടൺ ഗോൾഡിനെ നിങ്ങൾ വിറ്റുവെങ്കിൽ ജനങ്ങൾ സന്തോഷമായിട്ട് വാങ്ങും. കൗണ്ടർ പ്രൈസ് എന്ന് നിങ്ങൾ ഇട്ടുവെങ്കിൽ ഇന്ന് തന്നെ അത് വിറ്റ് പോവും. ഇത് ഇന്ന് ഇരിക്കുന്ന റേറ്റ് ഗോൾഡ് വന്നിട്ട് 10,650 രൂപ, 10,280 വന്നിരിക്കുന്നു. ഇപ്പോൾ 2 ക്യാരറ്റ് ഗോൾഡാണ്. അതൊക്കെ 9,000-ൽ കൊടുക്കണമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ 9,000-ൽ കൊടുത്തെങ്കിൽ മാർക്കറ്റിൽ എത്ര നേരത്തിൽ പോകുന്നെന്ന് നോക്കാം. ഇതിനെക്കുറിച്ചുള്ളത് അടുത്ത്. സ്വർണം എന്താകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്ര നേരം പറഞ്ഞായിരുന്നു. പ്രോബ്ലമൊക്കെ സോൾവ് ആകും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ താഴെ ഇറങ്ങാൻ ചാൻസസ് ഉണ്ട്. ഭാഗവതർ ഇതിനെക്കുറിച്ച് വിഷമിക്കുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് ഒരു 1000 കിലോ ഗോൾഡ് വാങ്ങിച്ചു വച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതിനാകുന്ന മുമ്പേ ഇതാണ് സ്വർണത്തിനെ കുറിച്ചുള്ള ന്യൂസ്. നോക്കിയാൽ അജയ് പക്ക എന്ന ഒരു വലിയ മാർക്കറ്റ് സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് ടി വിയിലൊക്കെ വരും. അവർ ഒരു ട്വീറ്റ് ഇട്ടിരിക്കുന്നു. ഇന്ത്യയിലെ മാർക്കറ്റ് പ്ലെയർ ശങ്കർ ശർമ്മ അവർ ഒരു ട്വീറ്റ് ഇട്ടിരിക്കുന്നു. ആ ട്വീറ്റ് രണ്ടിനും ഞാൻ സൈഡിൽ ഇടാം, നിങ്ങൾ നോക്കിക്കോ. തന്നെ ഞാൻ ഇത്ര ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ ആൾക്ക് ഇപ്പം തന്നെ നറ്റല് വെച്ച് അവർ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജയപക്ക എന്ത് പറയണമെന്ന് വെച്ചാൽ പക്ഷേ 13 മാസമായി എല്ലാ മാർക്കറ്റും ആൾ ടൈം ഹൈ. ആ ട്വീറ്റിലില്ല.
അതായത് നമ്മളെ ജപ്പാൻ ആൾ ടൈം ഹൈ, S&P 500 ആൾ ടൈം ഹൈ, സ്തഗ് ആൾ ടൈം ഹൈ. നമ്മളെ ആൾ ടൈം ഹൈയിൽ ബൈനോക്കുലറിൽ തേടിയാൽ കൂടെ കിട്ടുന്നില്ലല്ലോ. 13 മാസത്തിന് അതെങ്ങനെയാണ് പ്രോബ്ലം? ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ഇത് ടാക്സ് തന്നെ കാരണം. ഈ ടാക്സ് കൂടുതലിരിക്കുന്ന കാരണം ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് നഷ്ടമാകുമെന്ന് പറയുന്നു. ഇതിനെ തന്നെ ഇത്ര ദിവസം ഞാൻ പറഞ്ഞു ഡിഫെൻസീവായിട്ട് കളിക്കാൻ. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഡിഫെൻസീവായിട്ട് ഇരിക്കണം. ബാറ്റിനെ ചുറ്റണ്ട എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മൾ ടിഫൻ കോഫി ഇട്ട് നന്നായിരിക്കുന്നു മണപ്പുറം പോലെ. ആ സ്റ്റോക്സിൽ നിങ്ങൾ നന്നായി തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഇതിലും നന്നായിരിക്കുന്നു. അടുത്ത് ശങ്കർ ശർമ്മ എന്ത് പറയണമെന്ന് വെച്ചാൽ, ഇന്ത്യയെ വിട്ട് ഒരുപാട് ദിവസം ഇരുന്നിരിക്കുന്നു. ഇന്ത്യൻ ഇക്വിറ്റിയിൽ ഇന്ത്യയിൽ ഇട്ടാലും അതേ ടാക്സ് തന്നെ, NRI ഇട്ടാലും ഒരേ ടാക്സ് തന്നെ. അമ്മ NRI ടാക്സിന് പ്രോബ്ലം എന്ന് പറയണ്ട. ടാക്സ് പ്രോബ്ലം ഇല്ല, ഇന്ത്യക്ക് ഗ്രോത്ത് വേണം അങ്ങനെ എന്ന് പറയുന്നു. ഗ്രോത്ത് എന്തുകൊണ്ട് വന്നില്ല എന്നതിന് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നു. ഇൻകം ടാക്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ വിശ്വസിച്ചിരുന്ന പിന്നെ ഗ്രോത്ത് വരുമെന്ന് ഡീറ്റെയിൽഡ് ഒരു ടോപ്പിക് ഇട്ടിരിക്കുന്നു. ഒരുപാട് സമയം എടുക്കുന്നു. ഇത് കാരണം നമ്മൾ ഇന്നൊരു ചാനലിൽ അവർ കുറച്ച് സംസാരിക്കാം. ഇവർ രണ്ടുപേരും ഒരു വലിയ ഇൻവെസ്റ്ററാണ്. ഇൻവെസ്റ്റിംഗ് മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചത് ഇത് നിങ്ങളടുത്ത് ഞാൻ ഒരുപാട് ദിവസത്തിന് മുമ്പ് പറഞ്ഞ കാരണം ഇവിടെ ഇട്ടിരിക്കണം. ഇത് തന്നെ ഒരു 12 മാസത്തിന് മുമ്പ് ആൾ ടൈം ഹൈയിലിരിക്കുമ്പോൾ, മാർക്കറ്റ് ആൾ ടൈം വീക്ക് ഹൈയിലിരിക്കുമ്പോൾ ഗോൾഡ് വാങ്ങിയിരുന്നാൽ എന്തിരിക്കുമെന്ന് ഞാൻ ഇട്ടുകാട്ടാൻ പറഞ്ഞു. മാർക്കറ്റ് എന്നാണ് ആൾ ടൈം ഹൈ, അന്ന് ഗോൾഡ് എന്താണ് റേറ്റ്, മ്യൂച്വൽ ഫണ്ട് ആഡ്സിപ്പിന് വിട്ടുകൊണ്ട് ഗോൾഡ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നും നിങ്ങൾക്ക് ഇട്ടുകാട്ടാം. അപ്പോൾ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് സ്വർണ്ണം വാങ്ങാൻ പറഞ്ഞു എന്ന്. ഇപ്പോൾ ഒരു 50% റാലിയിൽ ഇരിക്കുന്നു. പക്ഷേ ട്രംപ് എന്ത് പറയുന്നെന്ന് വെച്ചാൽ 50% പറ്റത്തില്ല, ഇന്നും കയറ്റുന്നു എന്ന് പറയുന്നു. ഇത് തന്നെ ന്യൂസ്. അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും ഡോളർ ഒരു 10% ഇറങ്ങി. പിന്നെ ഗൂഗിൾ ആൻഡ് അവർ പോലെ ഒരു ചില ആൾക്കാർക്ക് 60% റിട്ടേൺ തന്നു. അവിടെയും നല്ല റിട്ടേൺ. ഇതുപോലെ ബാലൻസ്ഡ് എല്ലാ അസറ്റ് ലോസിലും ഇരുന്നാൽ തന്നെ കാശ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മ്യൂച്വൽ ഫണ്ട് സഹിഹ എന്ന് പറഞ്ഞ് നിങ്ങൾ ടെണ്ടുൽക്കറേയും ധോണിയെയും വിശ്വസിച്ചാൽ അവരെ തന്നെ നിങ്ങൾ പണക്കാരനാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അടുത്തത് ഇന്നത്തെ ന്യൂസ് നോക്കാം. RBI എന്ത് പറയണമെന്ന് വെച്ചാൽ, മൈക്രോ ഫൈനാൻസിനെ ടൈറ്റ് ചെയ്യാൻ പോകുന്നു. ജനങ്ങൾ റെഡിയായിട്ട് ഗോൾഡ് ലോണായിട്ട് കുതിക്കുന്നു. ഇത് എക്കണോമിക് ടൈംസിൽ വന്നിരിക്കുന്നു. ഇതിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആൾക്കാരെയും പേട്ടിയെടുത്തിരിക്കുന്നു. തന്നെ ഞാൻ പറഞ്ഞു, ഈ ചെറിയ ചെറിയ ബാങ്കിനെ കൂടെ സ്വർണത്തിന് വേണ്ടിയിട്ട് വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്വർണത്തിൻ്റെ വില കയറുന്ന സമയം ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലത്തെ ഇവർക്കും നല്ല ഒരു ജീവിതം കിട്ടും. ഇവയ്ക്ക് കൺസിഡർ ചെയ്യാത്തവർക്കും 23-ൽ കൺസിഡർ ചെയ്തവർക്കും കാശാണിത്. ഇത് തന്നെ സ്വർണത്തെക്കുറിച്ചുള്ള ന്യൂസ്. ഇത് കാരണമാണ് ചില ആൾക്കാർ പറയുന്നത് മുത്തൂത്ത് മണപ്പുറം ഇന്ന് ഇരിക്കുന്ന കാട്ടിൽ മുകളിൽ പോകും എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ ടാറ്റ മോട്ടറിന് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യയുടെ അകത്ത് ഒരു 13 കമ്പനി ഇരിക്കുന്നു എന്നും അവൻ എല്ലാ സ്ഥലത്തിലും EVനെ ടൈപ്പ് ചെയ്യുന്ന ആളാണ്. ആ EV ചാർജിങ് പോയിന്റോടൊപ്പം നമുക്ക് ടൈപ്പ് ചെയ്ത് ഒക്കെ ടാറ്റ മോട്ടറിൻ്റെ ആവശ്യത്തിന് ഇലക്ട്രിക് വണ്ടി പോകും. നമുക്ക് അത് പോയെങ്കിൽ നമുക്ക് യൂസ് ആകും അങ്ങനെന്ന് പറഞ്ഞിരിക്കുന്നു. സൈഡസ് ലൈഫ് സയൻസസ് എന്ത് പറയണമെന്ന് വെച്ചാൽ, ഹ്യൂമൻ മെഡിസിൻ മാത്രം കോസ്റ്റ്ലി അല്ല, പൂനെക്കും പകരം അവിടെ ഒരുപാട് ആൾക്കാർ ചിലവ് ചെയ്യുന്നു. ആ മരുന്നിന് നിങ്ങൾ ജനിതക കോപ്പി അടിച്ചുവെങ്കിൽ നമുക്ക് നല്ല കാശാണ്. ഈ പൂനെക്കും നായിനും ഇട്ട ഊശീനെ കൂടെ നിങ്ങൾ ജനറിക്കായിട്ട് റെഡി ചെയ്ത് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു സ്ലൈറ്റ്ലി ഓവർ എക്സ്പെൻസീവ്. വളരെ ബോർ അടിച്ചുവാണെങ്കിൽ ഒന്ന് റിട്ടേൺ കൺസിഡർ ചെയ്യാം സൈഡസ് ലൈഫ് സയൻസസ്. ഇതിൽ ഈ ഹൈപ്പ് വന്നിരിക്കുന്നു. TVS മോട്ടർ വന്നിട്ട് ഒരു AI ടീം ഇലക്ട്രിക് മോട്ടർ റിലീസ് ചെയ്യുന്നതൊപ്പം ടൈപ്പ് ചെയ്ത് 3000 ഇലക്ട്രിക് വണ്ടീനെ ഇറക്കി വിട്ടിരിക്കുന്നു. ഇത് വന്നിട്ട് 3 വീലർ അങ്ങനെന്ന് പറയുമ്പോൾ ആട്ടോ. ഇതിനിൽ പാസഞ്ചറും കമേഴ്ഷ്യലും ഇറക്കിയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മിനിറ്റ് ഡെലിവറിക്ക് TVS 3 വീലർ തന്നെ ഇറക്കിയിരിക്കുന്നു. ഈ 3 വീലറിൽ അൺഓർഗനൈസ്ഡ് സെക്ടർ തന്നെ ഡോമിനൻ്റ് പ്ലെയർ. ബജാജും TVSും ഇപ്പോൾ തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഇത് ഒരു പുതിയ ഡെവലപ്മെൻ്റ് ആണ്. ECS എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വെയർ ഹൗസ് ഗ്രൂപ്പ്, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിൽ കടകൾ എല്ലാം വച്ചിരിക്കുന്നു. ഒരു ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പിനെ TCS ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഒരാളെ നിങ്ങൾ നോക്കിയെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിരിക്കുന്നു. ഒരു സമയം മാർക്കറ്റ് കറക്റ്റായ പീക്കായ നേരത്തിൽ സ്വർണത്തിൻ്റെ പുറകിൽ പോയിട്ടുണ്ടെങ്കിൽ 50% ഗോൾഡിൽ പ്രോഫിറ്റ് നോക്കിയിരിക്കും. നമ്മൾ പറഞ്ഞ പട്ടാസ് ലിസ്റ്റും പ്രോഫിറ്റ് മ്യൂച്വൽ ഫണ്ട് ഇട്ടുണ്ടെങ്കിൽ ഏതർ നെഗറ്റീവ് റിട്ടേൺ ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ഇല്ലെങ്കിൽ സിംപിൾ ഡിജിറ്റ് റിട്ടേൺ തന്നെ 1 ഇയർ കൊടുത്തിരിക്കുന്നു. ഇന്ന് നമ്മൾ US ജാപ്പനീസ് ഐഡിയയും ശരി, ഗോൾഡും ശരി, ആൻഡ് നമ്മൾ തന്ന സ്റ്റോക്കിൽ 90%ഉം ശരി സൂപ്പറായിട്ട് റിട്ടേൺ കൊടുത്തിരിക്കുന്നു. ഇത് തന്നെ ഡൈവേഴ്സിഫൈഡ് സ്ട്രാറ്റജിയുടെ ഐഡിയ. ഒരേ കുതിരയിൽ കാശിനെ കെട്ടിയെങ്കിൽ നിങ്ങൾ കാണാതെ പോകും. അത് തന്നെ നമ്മൾ പറയണത്.
നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.